വളരെ രസകരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അവർക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിലവർ കുട്ടി തന്നെ അങ്ങ് ചെയ്തു എന്ന് പറയാം കേട്ടപ്പോൾ. എനിക്ക് അത്ഭുതമായിപ്പോയി. എനിക്ക് മെയിൻ സ്ട്രീം ക്യാരക്ടർ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. മകള് സ്കൂളിൽ എല്ലാത്തിലും ഫസ്റ്റ് എത്തണം. നമസ്കാരം. ഒരുമ്പെട്ടവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മളോട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഡയാന ചേച്ചി ആൻഡ് അവർ ലിറ്റിൽ സ്റ്റാർ കാശ്മീര. നമസ്കാരം. നമസ്കാരം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്. ഞാൻ ആദ്യം തന്നെ പേര് കാശ്മീര എന്നുള്ള പേര്. അപ്പൊ എന്നോട് ഇവരെല്ലാവരും വന്ന് ചോദിച്ചു കുട്ടിയുടെ പേര് നോക്കി വെച്ചാൽ അപ്പം വേണ്ട, എനിക്ക് ആ പേര് ഓർമ്മയുണ്ടാവും, കാശ്മീര എന്നുള്ള പേര് എപ്പോഴും ഓർമ്മയുണ്ടാവും എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മോൾ ഈ സിനിമയിലോട്ട് വന്നത്? ആദ്യം അത് ഞാൻ തിരുനക്കര അറിയാവോ, കോട്ടയത്തുള്ള ഒരു അമ്പലം, അമ്പലത്തിൽ ഞാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. അപ്പത്തേനൊരു ഫേസ്ബുക്കിൽ ആരും എടുത്തിട്ട് അപ്പത്തേനും ചെറുതായിട്ടൊന്ന് വൈറലായി. അപ്പം ഞാനാണ് പിന്നെ അങ്ങനെയൊക്കെ ആയപ്പം അച്ഛൻ നമുക്കൊരു ഒഡീഷന് പോയി നോക്കാമെന്ന്. അപ്പോൾ ഒരു ഒഡീഷന് പോയപ്പോഴത്തേനും അങ്ങനെ ഒരു സിനിമ കിട്ടി, അങ്ങനെ വന്നതായത്. അപ്പോൾ ആദ്യത്തെ സിനിമ 0.8 എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നെ ഇതാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം ക്യാരക്ടർ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രയും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയും നല്ല റെലവൻസ് ഉള്ള ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് കിട്ടിയപ്പോൾ എങ്ങനെയാണ് മൂക്ക് തോന്നിയത്? ആദ്യം റിയാക്ഷൻ എന്തായിരുന്നു കേട്ടപ്പോൾ? എനിക്ക് അത്ഭുതമായിപ്പോയി. എനിക്ക് തോന്നുന്നു ഉള്ള ഒരു രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ ഒരു അവസരം കിട്ടിയല്ലേ, അപ്പം ചേച്ചി മുൻപ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാർ മാജിക്കിലല്ല ചേച്ചി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ പോലും ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പൊ ഈ സിനിമയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അതായത് ഈ സിനിമയിലേക്ക് തന്നെ നമ്മുടെ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനർ സുധീർ കുമാർ ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ രമേശ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് സുധീഷ് ചേട്ടനാണ്. അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ധന്യ രമേശ് എന്നാണ്. സോ വൈഫായിട്ടും പിന്നെ മോളുടെ കാശ്മീരയുടെ അമ്മയായിട്ടും, സോ അമ്മ മകൾ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരുമ്പെട്ടവൻ എന്നുള്ള നമ്മുടെ മൂവിയിൽ ഒരു കുടുംബ പശ്ചാത്തലം കൂടിയുണ്ട്, അങ്ങനെ ഒരു പോർഷൻ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വൈഫ്, മദർ, മിഡിൽ ക്ലാസ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി ചെറിയ രീതിയിൽ കുറച്ച് പോഷ് ലൈഫ് ആഗ്രഹിക്കുന്ന, ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഒരു വൈഫാണ്. സുധീർച്ചേട്ടൻ പക്ക ഒരു മിഡിൽ ക്ലാസ് മാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ അതെ രസകരമായ നിമിഷങ്ങളും വഴക്കും പിണക്കവും അങ്ങനെയൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം മകള് സ്കൂളിൽ എല്ലാത്തിലും ഫസ്റ്റ് എത്തണം, മോളെ എല്ലാ സ്പോർട്സിലും ആർട്സിലും അക്കാഡമിക്കലി എല്ലാം മോള് ഫസ്റ്റായിട്ട് നിൽക്കണം, മോക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവണം, അതിനൊക്കെ പുഷ് ചെയ്യുന്ന ഒരു അമ്മയായിട്ടാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് ലൈക്ക് അമ്മയെ പോലെ തന്നെ ആംബിഷ്യസ് ആവണം മകളും. അതെ, മകളെല്ലാത്തിലും. അപ്പം അതുപോലുള്ള കഥാപാത്രങ്ങൾ മുൻപ് ഉർവശിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് സുധീഷ് ചേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെയറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അതിൻ്റെ മോള് ഭയങ്കര രസമായിരുന്നു. അവൾക്കാണെങ്കിലും ഒരുപാട് ഇമോഷൻസ് ഇമോട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. അവൾ വളരെ രസകരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം മോളുടെ കാശ്മീരിയുടെ ഫാദർ സുഗീഷ്, അപ്പം അദ്ദേഹം തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു കഥയിലും സംവിധാനത്തിലും നിർമ്മാണത്തിലും ഒക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്, അച്ഛനാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ മകൾക്ക് ഒരു ടാലൻറ്റ് കണ്ടെത്തിയിട്ട് അപ്പോൾ അതിനെ വളർത്താൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ സഹായങ്ങളും തന്നെ, വേണ്ട എല്ലാ പ്രോത്സാഹനവും ചെയ്തു കൊടുക്കുന്ന ഒരു ഹീസ് എ ഗ്രേറ്റ് ഫാദർ ആസ് വെൽ. അമ്മയും ലൊക്കേഷനിൽ അമ്മ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു മോക്ക് സപ്പോർട്ട്. അപ്പൊ നല്ലൊരു അടിപൊളി പാരന്റ്സിനെ കൂടിയാണ് നമ്മുടെ അതൊരു അനുഗ്രഹമാണ്. നല്ല പേരൻസിനെ കിട്ടാൻ, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആംബിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻസിനെ കിട്ടാൻ ഒരു ബ്ലെസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മുൻപ് ജാഫർക്കരെയും ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഒരു ശല്യം ഇല്ലാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടി കറക്റ്റ് എല്ലാം നമുക്ക് എക്സ്ട്രാ ഒന്നും പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഫേർട്സ് അധികം ഇല്ല, ആ കുട്ടി തന്നെ എല്ലാം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും ആർട്ടിസ്റ്റിന് അത്രയും കോംപ്ലിമെന്റ് ആയിട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം അവര് പറഞ്ഞു ഒരു പ്രശ്നമില്ല, കുട്ടി ചെയ്തോളും എന്ന് അവർക്ക് നേരത്തെ അറിയാം. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഷീ നോസ് വാട്ട് ടു ഡു. അത് അത്രയും ട്രെയിനിങ്ങിന്റെ അല്ല, എനിക്ക് തോന്നുന്നത് നാച്ചുറൽ. എന്നോട് സുനിലേട്ടൻ പറഞ്ഞതാണ് അവർക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിലവർ കുട്ടി തന്നെ അങ്ങ് ചെയ്തു എന്ന് പറയാം. ഇനി അപ്പോ സിനിമ അഭിനയിക്കുമ്പോൾ എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ട് നിന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ഉണ്ടാവില്ലേ? പിന്നെ സെക്കൻഡ് ടൈം പിന്നെ ഇച്ചിരി കൂടെ ഓക്കെ, തേർഡ് ടൈം ഇച്ചിരി കൂടെ ഓക്കെ, അങ്ങനെ പോയി പിന്നെ ഫുൾ ഓക്കെ.
ഫുൾ ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമ നല്ലൊരു വിജയമാവട്ടെ, അല്ലെങ്കിൽ നല്ല എന്താ പറയാ, നല്ല തിയേറ്ററിൽ എനിക്കൊന്നു ടീച്ചറാണെന്ന് വിചാരിച്ചൊരു വീഡിയോ കണ്ടു, പക്ഷെ ടീച്ചർ ആയിരുന്നില്ല. ഇന്ദ്രൻ ചേട്ടൻ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ മോളെ എടുത്തിങ്ങനെ പറഞ്ഞു തിയേറ്ററിൽ പോയി സിനിമ കാണണമായിട്ട് സോ സ്വീറ്റ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സംസാരമാണ് ആളുടെ എല്ലാം. അപ്പോൾ സിനിമ നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.